ഇമാമിൻ്റെ കൂടെ 8 റക്അത്ത് നിസ്കരിച്ചു. വിത്ർ നിസ്കാരവും തറാവി നിസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പിന്നീട് വിത്ർ 3 അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേർ എഴുന്നേറ്റ് നിന്ന് 1 റക്അത്ത് കൂടി നിസ്കരിക്കുന്നത് കാണുന്നു. അവരോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് പിന്നീട് വന്ന് നിസ്കരിക്കേണ്ടത് കൊണ്ട് ഇരട്ടിപ്പിച്ചതാണ് എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിധി എന്താണ്, അറിയാനും മനസ്സിലാക്കാനുമാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില വിഷയങ്ങളിലൊക്കെ കർമ്മശാസ്ത്രപരമായ വീക്ഷണ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അഥവാ ഇജ്തിഹാദിയായ വിഷയങ്ങൾ എന്ന് പറയും. കൃത്യമായി പ്രമാണങ്ങളില്ലാത്ത എന്നാൽ ഗവേഷണത്തിന് സാധ്യതയുള്ള വിഷയങ്ങൾ, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമുക്ക് നമ്മുടേതായ ഒരു നിലപാടും ഒരു ശരി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യവും ഉണ്ടാകുമ്പോൾ തന്നെ അപ്പുറത്തുള്ള ഒരു അഭിപ്രായത്തെ നമ്മൾ മാനിക്കുക എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഇത് കൃത്യമായി പ്രമാണത്തിൽ വന്ന ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ മാനിക്കണമെന്നും അതിനെ ഉൾക്കൊള്ളണമെന്നുമല്ല ഈ പറഞ്ഞത്. മറിച്ച് ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ, നമുക്ക് നമ്മുടെ ശരികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റുള്ളവൻ്റെ ശരിയെ നമ്മൾ ഉൾക്കൊള്ളുക എന്നത്, അത് നമ്മുടെ ശരിയല്ല എങ്കിലും അവൻ്റെ ശരിയെ ഉൾക്കൊള്ളുക എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഇനി വിഷയത്തേക്ക് വരാം. അത് ഈ ഒരു ഇജ്തിഹാദിയായ അഭിപ്രായ വ്യത്യാസമാണ് എവിടെയുള്ളത്? ഈ ഇരട്ടിപ്പിച്ചിട്ട് പിന്നീട് നിസ്കരിക്കുന്നത് ഏത് വിഷയത്തിൽ? വിത്ർ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം രാത്രി നമസ്കാരങ്ങൾ 2 റക്അത്തായി എത്രയും ആകാം എന്ന് അഭിപ്രായമുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട്. അത് ആദ്യ കാലഘട്ടം മുതൽ തന്നെയുള്ള പണ്ഡിതന്മാർ ഉണ്ട്. 2 റക്അത്തായി എത്രയുമാകാം. ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു റക്അത്തിൽ പരിമിതപ്പെടുത്തുകയല്ല, 36 എന്നോ അല്ലെങ്കിൽ 23 എന്നോ ഉള്ളതല്ല, എത്രയും ആകാം. കാരണം അത് ഒരു മുത്തലക്കായ സുന്നത്താണ്. അത് എത്രയും രാത്രിയിൽ നമസ്കരിക്കാം. ഇശാ നമസ്കാരം കഴിഞ്ഞ് സുബഹിയുടെ സമയമാകുന്നതിന് മുമ്പ് ഉള്ള സമയത്ത് 2 റക്അത്ത് വീതം അവനവനെ കൊണ്ട് കഴിയുന്ന അത്ര നമസ്കരിക്കാം എന്ന ഒരഭിപ്രായം ഇവിടെയുണ്ട്. അത്തരം ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിൽ 11 നമസ്കരിച്ച് കഴിഞ്ഞാൽ സലാം വീട്ടുമ്പോൾ അവർ അതിൻ്റെ കൂടെ സലാം വിട്ടാതെ 1 റക്അത്ത് കൂടി എഴുന്നേറ്റ് നിസ്കരിച്ച് 12 ആക്കും. കാരണം പിന്നീടും കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്കി സമയം കിട്ടുകയാണെങ്കിൽ 14, 16, 18 ഒക്കെ ആക്കി നമസ്കരിച്ച് അവസാനത്തിൽ 1 റക്അത്ത് കൂടി നമസ്കരിച്ച് വിത്റാക്കാം. ഇത് ഒരു നിലപാടും അല്ലെങ്കിൽ ഒരഭിപ്രായവും ഇജ്തിഹാദി മേഖലയിൽ അഥവാ ഗവേഷണാത്മകമായ ഒരു അഭിപ്രായവുമാണ്. രണ്ടാമത്തെ ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ 11 കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്നുള്ള ഹദീസ്. അപ്പോൾ രാത്രി നമസ്കാരം എത്ര ദീർഘിച്ചിട്ടുണ്ട് എങ്കിലും അത് മാക്സിമം എത്ര പറ്റൂ? 11 പറ്റൂ. വേണമെങ്കിൽ ചില ഹദീസുകളുടെയൊക്കെ റിപ്പോർട്ട് പ്രകാരം 13 പറ്റൂ എന്ന് പറയുന്ന ഒരു നിലപാട്. ഈ 11 മാത്രമെന്നല്ല, എത്രയും ആകാം എന്ന് പറഞ്ഞവരടക്കം ഒരാളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് 11 പരിമിതപ്പെടുത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായത് എന്നവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രേഷ്ഠത അതാണ്. പക്ഷേ ഓരോ 2 റക്അത്തിനും കൂലി കൂടും, പ്രതിഫലം കൂടും, ഇത് ശ്രേഷ്ഠത കൂടുതലുള്ളതാണ് എന്ന ഒരു അഭിപ്രായ വ്യത്യാസം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം ഏറ്റവും ശരിയായിട്ടുള്ളത് രാത്രി നമസ്കാരം അത് റമദാനിലാണെങ്കിലും അല്ലാത്തപ്പോഴാണ് എങ്കിലും തഹജ്ജുദ് അല്ലെങ്കിൽ വിത്ർ അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ, ഖിയാമു റമദാൻ തുടങ്ങിയ പേരുകളിലുള്ള നമസ്കാരം അത് എത്ര തന്നെയാണ്? 11 തന്നെയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലിയും രൂപവും ഒക്കെ അതാണ്. സ്വഹാബത്ത് മനസ്സിലാക്കിയത് അതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാകട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാകട്ടെ അപ്പോഴൊക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു 11 ആയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തമീമുദ്ദാരിയുടെയും അതേപോലെ തന്നെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും നേതൃത്വത്തിൽ 11 റക്അത്താണ് നമസ്കാരം സംഘടിപ്പിച്ചത്. റമദാനിൽ ഒരു ഇമാമിൻ്റെ കീഴിലാക്കിക്കൊണ്ട്
സംഘടിപ്പിച്ചത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുവത്തയിലും മറ്റും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും ശരിയായിട്ടുള്ളത് ഇതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു അഭിപ്രായത്തെ മാനിക്കുകയും അത് വിദഅത്താണ്, അത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇത് മുമ്പൊന്നും കണ്ടിരുന്നില്ല എന്നാണ്. മുമ്പ് കാണാത്തത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുമ്പ് നമ്മുടെ നാട്ടിലുള്ള മതപഠനം മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോഴാണ് ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ ജോലി ചെയ്ത് അവിടെയുള്ള സമ്പ്രദായങ്ങളും മറ്റുമൊക്കെ കണ്ട് അവർ അവരുടെ നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കണ്ടതും പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രാവർത്തികമാക്കുന്ന രൂപങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത് അന്ന് അതില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ നാട്ടിലില്ല എന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പരസ്പരം, പ്രത്യേകിച്ചൊരു സുന്നത്ത് നമസ്കാരമാണ്, അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ ഒരു അമിതമായ ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ എതിർപ്പുകളോ ഉണ്ടാകേണ്ടതില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു ആലം.